നമ്മുടെ വിഷു ദിവസം രാവിലെ ആട്ടോ. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഉഴുന്നുവട ഉണ്ടാക്കുന്നുണ്ട്, ഇഡ്ഡലി, സാമ്പാർ, ചട്നി, പിന്നെ ദോശ കൊണ്ടവർക്ക് ദോശയും. അങ്ങനെ വട ചുട്ടെടുക്കുകയാണ്. ഇഡ്ഡലിയും കോരി ഒഴിച്ചിട്ടുണ്ട്. ചട്നിയിലെ തേങ്ങയിൽ പച്ചമുളകും ഉള്ളിയും ഉപ്പും കൂടെ ഇട്ട് കുറച്ച് വെള്ളവും കൂടെ അരച്ച് കുറച്ച് കുറുക്കിയാണ് എടുത്തേക്കുന്നത്. ഇത് ഞാൻ കടു ചേർത്ത് എടുക്കുന്നില്ല, നമ്മുടെ കടയിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന വെള്ള ചട്നി ഇല്ലേ, അതുപോലെ കുറുക്കി എടുത്തേക്കുക. സാമ്പാറും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ ഡിന്നർ കാണിച്ചല്ലോ, ഈ വടയുടെ കുറച്ച് മാവ് എടുത്തിട്ട് വടയും വൈറ്റ് പീസ് കറിയും ഉണ്ടാക്കിയത്. ബാക്കി വന്ന കുറച്ച് വൈറ്റ് പീസിന്റെ കറിയും വെച്ചിട്ടുണ്ട്. വട ശരിക്കും തലേദിവസം രാത്രി ഉണ്ടാക്കിയതിനെക്കാട്ടിയും സോഫ്റ്റും ടേസ്റ്റി ആയിട്ട് വന്നു. ഇനി ഉഴുന്നുവട ഉണ്ടാക്കുമ്പോൾ അരച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്ത് ഉണ്ടാക്കി നോക്കൂ. സോഫ്റ്റും നല്ല മൊരിഞ്ഞ് വട കിട്ടും. നമ്മളെ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു ടെക്സ്ചറും മണവും രുചിയും കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ വട ഉണ്ടാക്കുന്ന കഴിഞ്ഞ വ്ളോഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെയാണ് ഇപ്പൊ ഉണ്ടാക്കിയെടുക്കുന്നത്. പക്ഷെ നല്ല സോഫ്റ്റും നല്ല മണവും നല്ല ക്രിസ്പിയും ടേസ്റ്റും ആയിട്ടുണ്ട് ഇന്നത്തെ വട. കുറച്ചൊന്ന് പുളിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉണ്ടാക്കി എടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഇഡ്ഡലിയും റെഡി ആയിട്ടുണ്ട്. ശനിയാഴ്ച ഉച്ചയ്ക്ക് രാത്രി മുംബൈയിൽ നിന്ന് എത്തേണ്ടതാണ്. പക്ഷേ ഇവിടെ ഭയങ്കര കാറ്റും മഴയൊക്കെ ആയിരുന്നു. അങ്ങനെ ഡൽഹി എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാതെ അമൃത്സറിൽ ലാൻഡ് ചെയ്ത് പിന്നെ വീണ്ടും ഡൽഹിയിലൊക്കെ വന്ന് വിഷുവിൻ്റെ അന്ന് രാവിലെയാണ് രാത്രി എത്തിയത്. അപ്പം ഞാൻ ശർമ്മയുടെ കടയിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഫ്രൂട്ട്സ് ഒക്കെ കിട്ടി. ഇങ്ങനെയാണ് നമ്മുടെ കണി ഇപ്രാവശ്യം തട്ടി കൂട്ടിയത് കേട്ടോ. തിങ്കളാഴ്ച രാവിലെയാണ് അങ്കിത്ത് വിഷുവിൻ്റെ അന്ന് ഉച്ച കഴിഞ്ഞ് സൈക്കിളിൽ നിന്ന് വീണ് നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ TT എടുക്കാൻ പോവുകയാണ്. അവനെ ഇന്ന് സ്കൂളിൽ വിട്ടിട്ടില്ല. രാത്രി ഓഫീസിൽ പോകുന്ന വഴി TT എടുപ്പിച്ചിട്ട് തിരിച്ചു കൊണ്ടാക്കാന്ന് പറഞ്ഞു. കൈയൊക്കെ നന്നായിട്ട് ഒരഞ്ഞ് പൊട്ടിയിരിക്കുകയാണ്. നല്ല വേദനയുണ്ടായിരുന്നു. ഒരു സൈഡ് മുഴുവൻ അവൻ്റെ ചതഞ്ഞിരിക്കുക. നമുക്ക് വിഷുവിനൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട്, ഞാൻ നേരത്തെ സ്കൂളിൽ പഠിപ്പിച്ചപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ടീച്ചറാണ്. ആ മാം ജസ്റ്റ് എന്നെ ഒന്ന് കാണാൻ വന്നതാണ്. പഞ്ചാബിയാണ്. അപ്പോൾ നമ്മുടെ ഇഡ്ഡലിയും ദോശയൊക്കെ ഷെയർ ചെയ്ത് പുള്ളിക്കാരിക്ക് ഇഡ്ഡലി ദോശയൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. രാത്രി അതുപോലെ തന്നെ പാലട പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതിന്റെ വീഡിയോ ഒന്നും എടുത്തില്ല, കാരണം അപ്പോഴത്തേക്ക് അങ്ങനത്തെ സൈക്കിളിൽ നിന്ന് വീണ് ആകെ പ്രശ്നമായിരുന്നു ഇവിടെ. അപ്പൊ അവന്റെ കൂടെ തന്നെ ഞാൻ ഇരിക്കുമായിരുന്നു. അവൻ കരഞ്ഞ്, അവന് നല്ല വേദന ഉണ്ടായിരുന്നു. അപ്പൊ എനിക്കും വല്ലാത്തൊരു സങ്കടം ആയിപ്പോയി. അപ്പൊ ഉച്ചയ്ക്ക് ശേഷം ശരിക്കും ഒന്ന് ഡൗൺ ആയിപ്പോയി. അതുകൊണ്ട് ആ വീഡിയോ ഒന്നും എടുത്തില്ല. ഇപ്പൊ വേദനയൊക്കെ കുറവുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ TT എന്തായാലും എടുത്തേക്കാം. എന്തായാലും 10 വയസ്സ് കഴിഞ്ഞാൽ ഒരു TT 5 വർഷത്തേക്ക് നല്ല തന്നെയല്ലേ. ഇനി 5 വർഷം കൂടുമ്പം TT എടുക്കണമെന്നാണ് പറയുന്നത്. ഇവിടെ ഉണ്ടായ കാറ്റത്തെയും മഴയത്തെ കരിയിലൊക്കെ വാക്കിക്കൊണ്ട് വന്ന വണ്ടി. അത്രയ്ക്ക് ശക്തമായ കാറ്റും മഴയും ഇടിയും മിന്നലൊക്കെ ആയിരുന്നു ശനിയാഴ്ച. അങ്കിത്തും രാക്കയും പോയതിനു ശേഷം ഞാൻ ഒരു ചായ ഇട്ട് കുടിക്കുക. കാരണം ഞാൻ രാവിലെ ചായ കുടിച്ചില്ല. രാക്കെ ഒരു ഫിൽറ്റർ കോഫി കുടിച്ചു. ഞാനിപ്പോഴാണ് ചായ ഇട്ട് കുടിക്കുന്നത്. കുറച്ച് തുണി കഴുകാനുണ്ടായിരുന്നു. രാക്കെ മുംബൈയിൽ നിന്ന് കൊണ്ടുവന്ന് തുണിയൊക്കെ കഴുകിയിരുന്നല്ലോ. അപ്പോൾ കുറച്ച് വെയിലുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും കഴുകാനിടുക. അങ്കു അങ്ങനെ ഇഞ്ചക്ഷൻ ഒക്കെ കഴിഞ്ഞ് വന്നിരിപ്പുണ്ട് കേട്ടോ. ആകെ കുറച്ച് മൂഡ് ഔട്ടാണ് ഇന്ന്. ദേഹം വേദന ഉണ്ടെന്ന് തോന്നുന്നു. ഇന്ന് ലഞ്ചിന് ഒരു പ്രത്യേക സംഭവം കേട്ടോ. ഇവിടെ ഒരിക്കലും കിട്ടാത്തൊരു സംഭവം ഹരിയാനയിൽ ബീഫാണ്. അപ്പം നമ്മുടെ ഇവിടെ 4 മലയാളി ഫാമിലി ഉണ്ടെന്ന് പറഞ്ഞില്ല, അത് ഒരു മലയാളി ഫാമിലി വൈഫും കുട്ടിയും വന്നിട്ടുണ്ട്. അപ്പോൾ അവർ കൊണ്ടുവന്നെയാണ്. നമ്മുടെ ഒരു കുട്ടി ഗസ്റ്റും എൻ്റെ കൂടെ ഇപ്പം നിൽപ്പുണ്ട്. Xbox. അങ്ങനത്തെ പേരാ. എന്റെ പേരാണ് ഐഫോൺ മേടിച്ചു. എന്തുവാണ്? ഐഫോൺ വാങ്ങിയോ? ആപ്പിളിന്റെ പേര് ഐഫോൺ. അത് ശരി. അങ്ങനെയാ പേര്. ഏത് ഐഫോൺ? അത് ടാപ്പിന്റെയാണ്. ഐഫോൺ 15 Pro Max. അതൊന്നും അല്ല. ഐഫോൺ 15 Max ഒന്നുമല്ല. ഐഫോൺ 16 Max. ഐഫോൺ 16 പുറത്തു പോലെയില്ല. iPhone 16 വന്നില്ല. There is no such thing as iPhone 16. കണ്ടാ എന്റെ അപ്പന്റെ Alexa നീ പറഞ്ഞു iPhone 16 sells. Son, I'm not sure. iPhone 16 ഇല്ല. അതെന്റെ അപ്പയുടെ കയ്യിലുണ്ടെന്നാ പറഞ്ഞത്. അത് iPhone 15 ആയി. റയാൻ എന്നാണ് കുഞ്ഞിന്റെ പേര് കേട്ടോ. 5 വയസ്സുണ്ട് അവന്. അവൻ എന്നെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ എന്തൊക്കെ ചെയ്യുന്നോ ഇങ്ങനെ. അങ്കു ഉണ്ടെങ്കിലും അവനെക്കാട്ടിയും കൂടുതൽ എൻ്റെ അടുത്താണ് അവന് കൂട്ട്. ഞാൻ എങ്ങോട്ട് പോകുന്നോ എൻ്റെ കൂടെ വരും. എല്ലാ കാര്യങ്ങളും അറിയണം. അങ്ങനെ ഇങ്ങനെ ചുറ്റി നിൽക്കുക. ഞാൻ തുണി വിരിക്കാൻ വന്നപ്പോൾ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. നമ്മളും കൂടെ ചേർത്ത് 4 മലയാളി ഫാമിലിയാണ് ഇവിടെ ഉള്ളത്. അതിൽ ഒരു മലയാളി ഫാമിലി 2 ആഴ്ച ആയുള്ളൂ ജോയിൻ ചെയ്തിട്ട്. അവരുടെ ഫാമിലി ആയിട്ട് ഇവിടെ ഉണ്ട്. ഒരു കുട്ടിയും വൈഫും കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അവരെ നേരിട്ട് കണ്ടില്ല.
അല്ലാതെയുള്ള 2 പേര് എംപ്ലോയീസ് മാത്രമേ ഉള്ളൂ ഇവിടെ. അവരുടെ ഫാമിലി അങ്ങ് നാട്ടിലാണ്. അതിൽ ഒരു ഫാമിലിയുടെ വൈഫും കുട്ടിയാണ് നമ്മുടെ റയാനും ഹർഷയും. ഹർഷ ഡോക്ടറാണ് തൃശ്ശൂര് ESI ഹോസ്പിറ്റലില്. അപ്പോൾ വർഷത്തില് 1 മാസം ലീവ് എടുത്ത് വരും. അങ്ങനെ വന്നതാണ്. മലയാളികൾ വരുമ്പോൾ അല്ലെങ്കിലും നമുക്ക് ഒത്തിരി സന്തോഷമല്ലേ. ഏതോ ഒരു ട്രോളൊക്കെ പണ്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, അൽഫോൺസ് കണ്ണന്താനം സാറിന്റെ വൈഫ് ഡൽഹി വന്നിട്ട് മോദി എന്തോ വിളിച്ചിട്ട് വന്നിട്ട് മലയാളം പറയുമ്പോൾ ഒരു റിലാക്സേഷൻ ഉണ്ട്, ഇംഗ്ലീഷ് പറഞ്ഞു പറഞ്ഞു മടുത്തു എന്ന് പറയുന്നത് ഹിന്ദി പറഞ്ഞു പറഞ്ഞു മടുത്തു, മലയാളം പറയുമ്പോൾ ഒരു റിലാക്സേഷൻ ഉണ്ട്. ലഞ്ചിന് നമുക്ക് ഇന്ന് ആ ബീഫ് എടുത്ത് കറി വെക്കാം. വേവിച്ചിട്ടാണ് കൊണ്ടുവന്നത്. പുള്ളിക്കാരി വരുമ്പോഴൊക്കെ ഇത് കൊണ്ടുവരാറുമുണ്ട്. കൂടെ ചപ്പാത്തിയാണ്. നമ്മുടെ ലഞ്ച് ഇന്ന് ബീഫ് കറിയും ചപ്പാത്തിയും തന്നെ ആവട്ടെ. കറിക്ക് വേണ്ടി ഞാൻ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇഞ്ചി നന്നായിട്ട് ചതച്ചെടുക്കുന്നുണ്ട്. വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുക്കുന്നുണ്ട്. എണ്ണ ഒഴിച്ചു ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കൂടെ കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം സവാളയും കൂടി ഇട്ട് വഴറ്റിയെടുത്തു. പിന്നെ ഒരു തക്കാളിയും കൂടെ അരിഞ്ഞ് നന്നായിട്ട് വഴറ്റിയിട്ട് ബേസിക് മസാലാസ് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഇതൊക്കെ ഇട്ട് പച്ചമണം മാറിയതിനു ശേഷം നമ്മുടെ ബീഫ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഗ്രേവി ആയിട്ട് ഉണ്ടാക്കാമല്ലോ. കുറച്ച് ഡ്രൈ ഒക്കെ ഉണ്ടാക്കാന്ന് വെച്ചു. പക്ഷെ ഞാൻ മസാല ഇട്ടപ്പോൾ കുറച്ച് ഉപ്പിട്ടു. ബീഫിൽ ഉപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ് കുറച്ച് മുന്നോട്ടായതുകൊണ്ട് ഞാൻ വെള്ളം കൂടെ ഒഴിച്ചിട്ട് കുറച്ച് നല്ല രീതിയിൽ ഗ്രേവി ആയിട്ട് എടുക്കുക. ബീഫ് കുക്കായതായിരുന്നു. അതുകൊണ്ട് മസാലയിൽ അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് അടച്ചു വെച്ചു. 3-4 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്നും കൂടെ ഒന്ന് കുറുക്കി. ദേ നമ്മുടെ ബീഫ് കറി റെഡി. ചപ്പാത്തിയുടെ മാവ് കുഴച്ച് വെച്ചത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അത് പെട്ടെന്ന് ചുട്ടെടുക്കാം. രാത്രി അപ്പോഴത്തേക്കും കഴിക്കാൻ വന്നു. പെട്ടെന്ന് ഞാനങ്ങ് ഉണ്ടാക്കി എടുക്കുകയാണ്. ഇന്ന് നമ്മുടെ കുട്ടി ഗസ്റ്റ് ഉള്ളതുകൊണ്ട് അവൻ്റെ കൂടെ കുറച്ച് സംസാരിച്ചിരുന്ന് സമയം പോയത് അറിഞ്ഞില്ല. പിന്നെ പെട്ടെന്ന് വന്ന് വെള്ളം തിളപ്പിക്കാൻ വെച്ചു. വെള്ളമൊക്കെ പിടിച്ചു വെച്ചു. തുണിയൊക്കെ കഴുകാനുണ്ടായിരുന്നല്ലോ. പിന്നെ അങ്കിത്തും ഇന്ന് സ്കൂളിൽ പോയിട്ടില്ലായിരുന്നു. അപ്പോൾ കുറച്ചു നേരം ഇരുന്ന് സമയം പോയത് അറിഞ്ഞില്ല. പെട്ടെന്ന് ജോലി തീർത്തെടുക്കാം. അപ്പോൾ രാത്രി വന്നതിന് ശേഷമാണ് ഞാൻ ചപ്പാത്തി ചൂടാൻ പോകുന്നത്. ഇരുന്നിരുന്ന് നമുക്കിങ്ങനെ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒത്തിരി സന്തോഷമല്ലേ. അപ്പോൾ വിഷുവിൻ്റെ അന്ന് നമുക്ക് ഗസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇവർ 1 മാസമുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ വൈകുന്നേരം ആകുമ്പം നടക്കാനിറങ്ങും. മനസ്സിനാകെ ഒരു സന്തോഷമുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് ആരെങ്കിലും വരുമ്പോൾ അവിടുത്തെ കാര്യങ്ങളും ഒക്കെ നമുക്ക് സംസാരിക്കാമല്ലോ. രാത്രി ഉണ്ടാക്കിയ പാലട പ്രഥമൻ്റെ ബാക്കി വന്നത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണിത്. ഞാൻ പറഞ്ഞല്ലോ തലേദിവസം അതൊന്നും എടുക്കാനുള്ളൊരു മൂഡ് ഉണ്ടായിരുന്നില്ല. അങ്കിത്തിന് ഇങ്ങനെ പരിക്കൊക്കെ പറ്റിയുണ്ട്. ഇതായിരുന്നു നമ്മുടെ പാലട പായസം. അത് ബാക്കി വന്നത് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. രാത്രി കഴിച്ചിട്ട് പോയി. ഇനി ഞാനും കഴിക്കട്ടെ. അങ്കിത്ത് അങ്ങനെ കുളിച്ച് റെഡിയായി ട്യൂഷന് പോകാനായിട്ട് പോവുക. ആകെ ഒരു മൂഡ് ഓഫ് ഉണ്ട് ആശാന്. പക്ഷെ ട്യൂഷന് പോകാൻ ഇഷ്ടമാണ് കേട്ടോ. എല്ലാം കുറച്ച് പതുക്കെയാണ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു സൈഡ് വേദനയുണ്ട്, ചതഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ കൈയും അനക്കുമ്പോൾ വേദനയുണ്ടെന്ന് തോന്നുന്നുണ്ട്. മോഹൻ തന്നെ കണ്ട അറിയത്തില്ല, ആകെ ഗ്ലൂമി ആയിട്ടുണ്ട്. പേടിച്ചു പോയി അവൻ. അതാ. ഇപ്പൊ വേറെ കുഴപ്പമൊന്നുമില്ല, ആക്റ്റീവായിട്ട് ഇരിക്കുകയാണ്. എങ്കിലും ചെറിയ വേദനയുണ്ടെന്ന് തോന്നുന്നു.
സൈക്കിൾ എടുത്തിട്ട് തന്നെയാണ് പോകുന്നത്. എന്നും പറന്നു പോകുന്നവൻ ഇന്ന് പതുക്കെയാ പോകുന്നത്. തേച്ചു കൊണ്ടുവന്ന തുണികളെല്ലാം പുറത്തിരിക്കുമായിരുന്നു. അകത്ത് വെക്കാനുള്ള ആ ഒരു മടി കൊണ്ട് അത് പുറത്ത് തന്നെ ഇരിക്കുകയായിരുന്നു. എന്തായാലും കൈയോടെ അതങ്ങ് അകത്ത് വെക്കാം. മടി പിടിച്ചാൽ അത് അവിടെ തന്നെ ഇരിക്കും. നമ്മൾ വിഷുക്കണി വെച്ച പാത്രമാട്ടോ. ഞാനൊരു വ്ലോഗിൽ കാണിച്ചായിരുന്നല്ലോ, ഒരാൾക്ക് ഒരു കോൺഫറൻസിന് പോയപ്പോൾ അവിടുന്ന് ഗിഫ്റ്റ് കിട്ടിയതാ. കട്ടിയുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, കണ്ണാടി പോലെ ഇരിക്കുന്നെങ്കിലും നമ്മുടെ വിഷു ഇപ്രാവശ്യം ഇതിലായിരുന്നു. ഡിന്നറിനായിട്ട് കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കി എടുക്കുകയാണ്. അതിനായിട്ട് കടായി വെച്ചു, നെയ്യ് ഒഴിച്ചു, കടുകും മുളകും പൊട്ടിച്ചിട്ട് സവാള വഴറ്റി എടുത്തിട്ട് റവ നന്നായിട്ട് റോസ്റ്റ് ചെയ്തു. അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് അടച്ചു വെച്ചു. പിന്നെ ഒന്നും കൂടെ തുറന്ന് ഇളക്കിയിട്ട് 1 മിനിറ്റും കൂടെ അടച്ചു വെച്ചിട്ട് തീ ഓഫ് ചെയ്യാം. പഴമാണ് കൂടെ, നമ്മുടെ വിഷുവിന്റെ പഴം ഇരിപ്പുണ്ടായിരുന്നു. ഡിന്നർ റെഡി. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ എൻ്റെ ഫ്രണ്ട്. മാം പഞ്ചാബിയാണ്, കപില എന്നാണ് പേര്. അപ്പൊ എന്നെ കാണാൻ വേണ്ടി വന്നാണ്. വിഷു ആണെന്നൊന്നും അറിഞ്ഞില്ല. മാമിന് ശനിയാഴ്ച, അത് സെക്കൻഡ് സാറ്റർഡേയും സൺഡേ ആണ് അവധി. കുറെ നാളുകൊണ്ട് വരാന്ന് പറയുന്നു. അപ്പൊ വിഷു ആണെന്നൊന്നും അറിയാതെയാണ് പുള്ളിക്കാരി വന്നത്. എന്തായാലും വന്നതിൽ സന്തോഷം. അപ്പൊ നമ്മൾ ഇരിക്കുന്നത് നമ്മുടെ ടൗൺഷിപ്പിലെ ബട്ടർഫ്ലൈ പാർക്കിലാണ്. ഇതാണ് ആ ഏരിയ. ഞാൻ നേരത്തെ കാണിച്ചിട്ടില്ല ഇത്. എന്റെ വ്ലോഗ് മലയാളത്തിലായതുകൊണ്ട് മാമിനൊന്നും മനസ്സിലാകത്തില്ല, എങ്കിലും ഒരു ഹായ് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ടൗൺഷിപ്പിലെ റോസ് ഗാർഡൻ ആണ്. ഇവിടെ കുറെ പൂക്കൾ ഉണ്ടായിരുന്നു ഈ തണുപ്പ് സമയം കഴിയാറായപ്പോ. ആ പൂക്കളുടെ സീസണൊക്കെ കഴിയാറായി. റോസാപ്പൂ ഉണ്ട്, ഇപ്പോ ഇങ്ങനത്തെ കുറച്ച് പൂവുണ്ട്, മുല്ലപ്പൂ ഉണ്ട്. ഇനി മെയ് 15 കഴിയുമ്പോൾ കൊന്നപ്പൂ പിടിക്കാൻ തുടങ്ങും. പിന്നെ കൊന്നപ്പൂവിന്റെ ഒരു ഭംഗി തന്നെയാണ് ഇവിടെ മുഴുവൻ മഞ്ഞ കളറിൽ. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ.